السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഖീദത്തു അൽ വാസിത്തിയ്യ എന്ന ഏറെ ശ്രേഷ്ഠമായ കിതാബാണ്, റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് റബ്ബ് എങ്ങനെയാണോ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പറഞ്ഞത്, അതുപോലെ വിശ്വസിക്കുക. തഹരീഫോ തഅ്തീലോ തംസീലോ തകീഫോ കൂടാതെ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാഹ് വിശദീകരിച്ചത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഉമ്മത്തിൽ കൂടുതലായി ആളുകളെ ബാധിച്ചത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കാര്യത്തിൽ ആ വിശേഷണങ്ങളെ തള്ളിക്കളയുക എന്ന കാര്യമാണ്. തഅ്തീൽ എന്ന പിഴവാണ് കൂടുതൽ ആളുകൾക്കും സംഭവിച്ചത്. അതാണ് ഏറ്റവും ഗുരുതരമായ പിഴവും. ഏതിനേക്കാൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, പടപ്പുകളുടെ സിഫത്തുകളോട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് സാദൃശ്യപ്പെടുത്തുക എന്നതിനേക്കാൾ, അഥവാ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നാൽ, അവൻ്റെ മുഖമെന്നാൽ അത് സൃഷ്ടികളുടെ മുഖം പോലെയാണ്, അള്ളാഹു റബ്ബിൻ്റെ കൈകളെന്നാൽ സൃഷ്ടികളുടെ കൈകളാണ് എന്ന് പറയാനാണല്ലോ തംസീൽ. ഈ ഗുരുതരമായ രോഗത്തെക്കാൾ, ശ്രദ്ധിക്കുക കാര്യം, ഈ ഗുരുതരമായ രോഗത്തെക്കാൾ ഈ ഉമ്മത്തിൽ കൂടുതലായി ബാധിച്ചത് ഏതാണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുക, വജ്ഹിനെ തള്ളിക്കളയുക, അള്ളാഹുവിൻ്റെ കൈകൾ എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് തള്ളിക്കളയുക. ഈ രോഗമാണ് ഏറ്റവും ഈ ഉമ്മത്തിനെ ബാധിച്ചത്. അതാണ് കൂടുതൽ ഗുരുതരവും. കാരണം അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുക മാത്രമല്ല, പടപ്പുകളോട് റബ്ബിനെ സാദൃശ്യപ്പെടുത്തുന്നുമുണ്ട്. എങ്ങനെ? ഇതൊന്നുമില്ലാത്ത നിർഗുണരായ സൃഷ്ടികളോട് അവർ റബ്ബിനെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അവർ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് വാദിക്കുന്നത് എങ്കിൽ പോലും. കാരണം അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ റബ്ബിനെ സംസാരിക്കാത്ത ഊമകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. റബ്ബിൻ്റെ സംസാരം എന്നാൽ സൃഷ്ടികളുടെ സംസാരം പോലെയാണ് എന്ന് പറഞ്ഞവനിൽ അതേ സംഭവിച്ചിട്ടുള്ളൂ. അത് ഗുരുതരമായ പിഴവാണ്. പക്ഷെ റബ്ബ് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞവനോ അവൻ റബ്ബിൻ്റെ സംസാരത്തെ നിഷേധിക്കുകയും പിന്നെയോ സംസാരിക്കാത്ത പടപ്പുകളോട് റബ്ബിനെ സാദൃശ്യപ്പെടുത്തുകയും ചെയ്തു. രണ്ട് രോഗവും അവനിൽ സംഭവിച്ചു. മനസ്സിലാക്കുക, തഅ്തീലാണ് തംസീലിനേക്കാൾ ഈ ഉമ്മത്തിനെ കൂടുതൽ ബാധിച്ചതും അതാണ് കൂടുതൽ ഗുരുതരവും, കൂടുതൽ മോശമായതും അതാണ്. ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അൽ മുഅത്തലു യഅബുദു അദമൻ വൽ മുമസ്സിലു യഅബുദു സനമൻ. അൽ മുഅത്തിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവൻ, യഅബുദു അദമൻ, അവൻ ആരാധിക്കുന്നത് ഒന്നിനെയുമല്ല, ഒന്നുമില്ലായ്മയാണ് അവൻ ആരാധിക്കുന്നത്. കാരണം റബ്ബിൻ്റെ സിഫത്തുകളെ ഒന്നൊന്നായി നിഷേധിച്ചവൻ റബ്ബിനെ തന്നെയാണ് നിഷേധിച്ചത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞത്, അവരുദ്ദേശിക്കുന്നത് ആകാശത്തിനു മുകളിൽ, അർശിനു മുകളിൽ അങ്ങനെ ഒരു റബ്ബില്ല എന്ന് പറയുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് അവരുടെ വാദം എത്തി നിൽക്കുക. ശ്രദ്ധിക്കുക കാര്യം, വളരെ അപകടമാണ്. ആകാശത്തിനു മേൽ, അർശിനു മുകളിൽ അങ്ങനെ ഒരു റബ്ബില്ല എന്ന് പറയുന്നിടത്തേക്കാണ് അവരുടെ വാദം എത്തി നിൽക്കുന്നത്. ഉറപ്പാണല്ലോ, അള്ളാഹുവിൻ്റെ ഇസ്തിവ, അവൻ ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നതിനെ നിഷേധിക്കുന്നു. അവൻ അർശിന് മുകളിൽ ആരോഹണം ചെയ്തു എന്നതിനെ നിഷേധിക്കുന്നു. റബ്ബിൻ്റെ വജ്ഹിനെ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ കൈകളെ നിഷേധിക്കുന്നു. ഇങ്ങനെ റബ്ബിൻ്റെ സിഫത്തുകളെ ഒന്നൊന്നായി നിഷേധിച്ച് അവരെത്തിച്ചേരുന്നത് എവിടെയാണ്? 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിൽ ഒരു റബ്ബില്ല എന്നിടത്തേക്കാണ്. അൽ മുഅത്തിലു യഅബുദു അദമൻ, മുഅത്തിൽ ആരാധിക്കുന്നത് അദമിനെയാണ്. അദം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അദം. വൽ മുമസ്സിലു യഅബുദു സനമൻ, വൽ മുമസ്സിൽ, അള്ളാഹുവിനെ
അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്നവൻ ആരാധിക്കുന്നത് സനമൻ, ബിംബത്തെയാണ്. അവനൊരു ബിംബത്തെയാണ് ആരാധിക്കുന്നത്. പടപ്പുകളോട് അവൻ സൃഷ്ടാവിൻ്റെ ഖാലിഖായ റബ്ബിൻ്റെ വിശേഷണങ്ങളെ സാദൃശ്യപ്പെടുത്തി. അഹ്ലുസുന്ന നോക്കൂ, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിക്കുന്നു, സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താതെ. ഇനി നോക്കൂ നിങ്ങൾ, ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ബൽ യുഅ്മിനൂന, മറിച്ച് അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു, ബി അന്നല്ലാഹ റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അഖീദത്തുൽ വാസിത്തിയയിലെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ബൽ യുഅ്മിനൂന ബി അന്നല്ലാഹ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു, അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല, വഹുവ സമീഉൽ ബസീർ, അവൻ സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്, അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. സൂറത്തു ഷൂറായിലെ 11-ാമത്തെ ആയത്താണിത്. 11-ാമത്തെ ആയത്തിലെ അവസാനത്തെ ഭാഗമാണിത്. ഏത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ഈ ആയത്ത്, സൂറത്തു ഷൂറായിലെ 11-ാമത്തെ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ പേരുകളെ, വിശേഷണങ്ങളെക്കുറിച്ചുള്ള ഒട്ടനേകം അടിസ്ഥാന പാഠങ്ങൾ, ഖാഇദകൾ, അടിത്തറകൾ പഠിപ്പിക്കുന്ന ആയത്താണ്. ഈ ഭാഗം ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അതുകൊണ്ടാണ് അസ്മാ സിഫാത്ത് വിശദീകരിക്കുന്ന ഏതേത് കിതാബുകൾ നോക്കിയാലും, അത് വിശദീകരിക്കുന്ന ഏതേത് സംസാരങ്ങൾ അഹ്ലുസുന്നത്തിൻ്റേത് കേട്ടാൽ നിങ്ങൾക്ക് അവിടെ ഈ ആയത്ത് കാണാം, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉ അൽ ബസീർ. എന്താണ് ഈ ആയത്തിൻ്റെ പ്രത്യേകതകൾ? ഈ ആയത്തിലെ ഏതാനും പാഠങ്ങൾ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഈ ആയത്തിൽ ഇസ്ബാത്തുമുണ്ട്, തൻജീഹുമുണ്ട്. അഥവാ ഈ ആയത്തിൽ അള്ളാഹുവിന് ഇല്ലാത്തത് ആളുകൾ പറഞ്ഞുണ്ടാക്കിയതിൽ നിന്നെല്ലാം അവനെ പരിശുദ്ധപ്പെടുത്തുക എന്ന തൻസീഹുണ്ട്. ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ആളുകൾ പറയാൻ പാടില്ലാത്തതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ് എന്ന തൻസീഹുണ്ട്. അതുപോലെ അവൻ്റെ വിശേഷണങ്ങൾ സ്ഥാപിക്കുന്ന, സ്ഥിരീകരിക്കുന്ന ഇസ്ബാത്തുമുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അതിലെന്താണുള്ളത്? തൻസീഹ്, അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുകയാണ്. അവനെപ്പോലെ യാതൊന്നുമില്ല, അവൻ്റെ വിശേഷണങ്ങൾ പോലെ മറ്റാർക്കുമില്ല, അവനൊരു സൃഷ്ടിയെയും പോലെയല്ല. വഹുവ സമീഉൽ ബസീർ, അവൻ സമീആണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്. അവൻ ബസീറാണ്, അവനെല്ലാം കാണുന്നവനാണ്. അതിൽ സ്ഥിരീകരിക്കലുണ്ട്, ഇസ്ബാത്തുണ്ട്, അവൻ്റെ വിശേഷണങ്ങൾ ഉണ്ടെന്ന് പറയുക എന്ന കാര്യമുണ്ട്. ഈ പാഠം നോക്കൂ, ഈ ആയത്തിൽ ആദ്യത്തെ പാഠമാണ്. ഇതിൽ ഇസ്ബാത്തുണ്ട്, തൻസീഹുണ്ട്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലുണ്ട്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവന് സ്ഥാപിക്കലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അടുത്ത പാഠമാണെന്ത്? തൻസീഹ് മാത്രം കൊണ്ട് അള്ളാഹുവിന് ഇല്ലാത്ത കാര്യങ്ങൾ, അവനെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട്, വിശ്വസിച്ചതുകൊണ്ട് മാത്രം അത് ഈമാനാവുകയില്ല. അത് മാത്രം പോരാ, മറിച്ച് എന്തു വേണം? അവൻ്റെ വിശേഷണങ്ങൾ സ്ഥിരീകരിക്കുകയും അതുപോലെ വിശ്വസിക്കുകയും വേണം. ഈ പാഠം ഈ ആയത്തിൽ ഉണ്ട്. മൂന്നാമത്തെ പാഠം, അഹ്ലുസുന്നത്തിൻ്റെ രീതി അല്ല, ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ ജനങ്ങൾക്ക് റബ്ബിനെ എങ്ങനെയാണോ പരിചയപ്പെടുത്തിയത് അതിലുണ്ട്. ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ ജനങ്ങളിലേക്ക് ചെന്ന് റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആയത്തുകൾ നോക്കുക. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ നബിമാർ അവരുടെ ജനങ്ങളുടെ അരികിലേക്ക് ചെന്ന് റബ്ബിനെ പരിചയപ്പെടുത്തിയ ആയത്തുകൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കഴിയുക എന്താണ്? ഇന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല, ഇന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നതാണോ? അതല്ല, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവൻ പുറത്തു തരുന്നവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ് എന്നിങ്ങനെ റബ്ബിൻ്റെ പേരുകളും വിശേഷണങ്ങളുമാണോ? അല്ല, അള്ളാഹുവിനെ കുറിച്ച് ഇന്നത് ഇല്ല, അവൻ ഇന്ന വിശേഷണങ്ങൾ ഇല്ലാത്തവൻ. ഏതായിരിക്കും കൂടുതൽ? ഇസ്ബാത്താണ്, വിശേഷണങ്ങൾ സ്ഥാപിക്കലാണ്.
അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ ജനങ്ങളെ റബ്ബിനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഖുർആനിൽ റബ്ബിനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അഹ്ലുസ് സുന്നത്ത് അവരുടെ അഖീദ സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ നബിമാരിൽ നിന്നാണ്. നബിമാരുടെ അഖീദയാണ് നമ്മുടെ അഖീദ. അൽഹംദുലില്ലാഹ്. ഇതിനോളം ഒരാൾക്ക് അഭിമാനിക്കാൻ എന്ത് വേണം? അഹ്ലുസ് സുന്നത്തിന് ഉള്ള അഭിമാനം അതാണ്. നമ്മൾ നമ്മുടെ റബ്ബിൽ വിശ്വസിക്കുന്നത് എങ്ങനെ? അള്ളാഹുവിൻ്റെ നബിമാർ മുഴുവൻ പഠിപ്പിച്ചതുപോലെ, അവർ മുഴുവൻ വിശ്വസിച്ചതുപോലെ. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ മുശ്രിക്കുകളായ ജനങ്ങളോട് അള്ളാഹുവിനെ നിഷേധിച്ച, പരലോകത്തെ നിഷേധിച്ച, റബ്ബിൽ പങ്കുചേർത്ത ജനങ്ങളോട് അള്ളാഹുവിൻ്റെ നബിമാർ പറയുന്നത് കാണാം. സൂറത്ത് ഹൂദ് പോലെയുള്ള സൂറത്തുകൾ എടുത്തു നോക്കൂ. ധാരാളം നബിമാരുടെ ചരിത്രം വിവരിച്ച ആയത്തുകൾ അള്ളാഹുവിൻ്റെ നബിമാർ മുശ്രിക്കുകളായ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. ഇന്ന റബ്ബി റഹീമും വദൂദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അവർ റബ്ബിലേക്ക് ജനങ്ങളെ വിളിച്ചത്? ജനങ്ങളോട് പറയുകയാണ്, അവർ മുശ്രിക്കുകളായ ജനങ്ങളോട് പറയുകയാണ്, ഇന്ന റബ്ബി, എൻ്റെ റബ്ബ്, റഹീമുൻ, അവൻ കരുണ ചൊരിയുന്നവനാണ്, വദൂദുൻ, അവൻ സ്നേഹിക്കുന്നവനാണ്. ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? മുശ്രിക്കുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ റബ്ബിലേക്ക് അടുപ്പിക്കാൻ. ഈ റബ്ബിനെ വിട്ട് ആരിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്? ഇത്ര കരുണ ചൊരിയുന്ന റബ്ബിനെ വിട്ട്, സ്നേഹിക്കുന്ന റബ്ബിനെ വിട്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ നബിമാരുടെ രീതി. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം മാത്രമാണ്, മനസ്സിലായില്ലേ? എത്രയോ അവർ റബ്ബിനെ കുറിച്ച് അവർ പറഞ്ഞ കൂട്ടത്തിൽ മുശ്രിക്കുകളോട് അള്ളാഹുവിൻ്റെ നബിമാർ പറഞ്ഞ അള്ളാഹുവിൻ്റെ പേരുകളാണിത്. എൻ്റെ റബ്ബ് റഹീമും വദൂദുമാണ്. അങ്ങനെയാണ് റബ്ബിലേക്ക് ക്ഷണിക്കേണ്ടത്. അള്ളാഹുവിനെ ഒരുവന് പേടി ഉണ്ടാകണമെങ്കിൽ, അവൻ റബ്ബിനെ സൂക്ഷിക്കണമെങ്കിൽ, സഹോദര, നീ അവന് റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. അവൻ റബ്ബിനെ മനസ്സിലായിട്ടില്ല, അവൻ റബ്ബിനെ ശരിക്കറിഞ്ഞിട്ടില്ല. റബ്ബിനെ ശരിക്കറിഞ്ഞവൻ എങ്ങനെയാണ് അള്ളാഹുൽ പങ്കുചേർക്കുക? റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയവൻ എങ്ങനെയാണ് റബ്ബിനെ ഭയപ്പെടാതിരിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ആരാണോ അള്ളാഹുവിനെ അവൻ്റെ പേരുകളിലൂടെ, വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത്, അഹബ്ബഹു ലാ മഹാല, അള്ളാഹുവിനെ അവനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ലാ മഹാല, നിസ്സംശയം, ഒരു തടസ്സവും അതിനില്ല, ഉറപ്പാണ്. റബ്ബിനെ അറിയുക എന്നത്, അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കുക എന്നതുപോലെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന പ്രിയ സഹോദരങ്ങളെ വേറെ യാതൊരു കാര്യവുമില്ല അള്ളാഹുവിനെ അറിയുക എന്നത്. അപ്പോൾ നോക്കൂ, പാഠം, വളരെ പ്രധാനപ്പെട്ട പാഠം. ഞാൻ എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ നബിമാരുടെ ഒക്കെ ശൈലി, അള്ളാഹുവിനെ കുറിച്ച് വിശേഷണങ്ങൾ പറയുക, അവൻ ഉള്ളത് പറയുക എന്നത് വിശദീകരിച്ച് പറയുക, ധാരാളമായി പറയുക എന്നതും, അള്ളാഹുവിനെ കുറിച്ച് ഇന്നതില്ല എന്ന് അത് ചുരുക്കി പറയലുമാണ്, അത് കുറച്ച് പറയുക എന്നതാണ്. ശ്രദ്ധിക്കുക, വളരെ എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഴുവൻ പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. പൂർണ്ണത എപ്പോഴാണ്? ഒരു കാര്യം ഇല്ല എന്ന് പറയുമ്പോഴാണോ, അല്ല ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴാണോ? ഏതാണ് പുകഴ്ത്തലും പൂർണ്ണതയുമാകുക? ഉണ്ട് എന്ന് പറയുമ്പോഴാണ്, ഇല്ല എന്ന് പറയലല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കും, ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേരുകൾ എത്രയാണ് വന്നിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞത് അത് മുജ്മലായ വാക്കാണ്, അത് മൊത്തത്തിലുള്ള വാക്കാണ്. എന്നാൽ ഉണ്ട് എന്ന് പറഞ്ഞത് അത് മുഫസ്സലാണ്, വിശദമായി വിശദീകരിച്ച് പറഞ്ഞതാണ്. റബ്ബ് അങ്ങനെയാണ്, റബ്ബ് ഇങ്ങനെയാണ്, റബ്ബ് അങ്ങനെ ചെയ്യും. എന്നാൽ ഇല്ല എന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വളരെ ചുരുങ്ങിയത്. അതിൽ തന്നെ ശ്രദ്ധിക്കുക, അതിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞതിലും ഉണ്ട് എന്നുണ്ട്. എങ്ങനെ? അതായത് ഇപ്പം പറയുകയാണ്, വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ റബ്ബ് ഒരിക്കലും പടപ്പുകളോട് അനീതി ചെയ്യുന്നവനല്ല. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ് നിന്റെ റബ്ബ്. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് നിങ്ങൾ ശ്രദ്ധ അങ്ങെങ്ങും ആയിപ്പോകരുത്. അള്ളാഹുവിൻ്റെ എൻ്റെ റബ്ബ് പടപ്പുകളോട് അനീതി ചെയ്യുന്നവനല്ല. അള്ളാഹു അനീതി ചെയ്യുകയില്ല എന്ന്, അനീതി അവനില്ല, ദുൽമില്ല എന്ന ആയത്തിൽ വന്നു. അതിലൊരു സ്ഥിരീകരണമുണ്ട്. എന്താണ്? ഇതൊരു അടിസ്ഥാന പാഠമാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് ഏത് കാര്യം ഇല്ല എന്ന് വന്നാലും, ഖുർആനിലും ഹദീസിലും വന്നാലും, അതിൻ്റെ മറുവശം, അത് ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ റബ്ബിനുണ്ട് എന്നവിടെ അർത്ഥമുണ്ട്. അപ്പോൾ നോക്കൂ, ഇല്ല എന്ന് പറയുന്നതിൽ കൂടി എന്തു വന്നു? ഇസ്ബാത്ത് വന്നു, സ്ഥിരീകരണം വന്നു. ഏതുപോലെ ഈ ആയത്ത് നോക്കൂ നിങ്ങൾ, അള്ളാഹു അനീതി ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം എന്താണ്? പരിപൂർണമായ നീതിയുള്ളവനാണ് റബ്ബ്, പരിപൂർണമായ നീതിയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അതുപോലെ നോക്കൂ, ഖുർആനിൽ വന്നത് ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം,
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആയത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി അഅദമു ആയ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്താണ്. അതിൽ എന്തേ ഉള്ളൂ? അള്ളാഹുവിനെ കുറിച്ച് മാത്രം, വേറൊന്നുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആൻ്റെ 1/3. 10 ജുസ് ഓതിയ പ്രതിഫലമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ. 10 ജുസ് ഓതിയ പ്രതിഫലം. അള്ളാഹുവിൻ്റെ ഫദ്ലിൽ, അവൻ്റെ ഔദാര്യത്തിൽ നീ സംശയിക്കേണ്ടതില്ല. മനസ്സിലല്ലേ? അങ്ങനെയാണ് എൻ്റെ അർത്ഥം. 10 ജുസ് ഓതിയ പ്രതിഫലം. എന്താ സുഹൃത്തുക്കളുള്ളത്? ഒരേ ഒരു വിഷയം, ഒരൊറ്റ വിഷയം, റബ്ബിനെ കുറിച്ച് മാത്രം, അള്ളാഹുവിനെ കുറിച്ച് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആയത്തുൽ കുർസിയിൽ നിങ്ങൾ നോക്കും, മുഴുവൻ റബ്ബിനെ കുറിച്ചാണ്. ഒക്കെ അവൻ്റെ വിശേഷണങ്ങളാണ്. ഉണ്ട് 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 എന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഹയ്യാണ്, ഖയ്യൂമാണ്, അവനല്ലാതെ ഇലാഹില്ല. ഹയ്യാണ്, ഖയ്യൂമാണ്. അതുപോലെ അവൻ കുർസിയുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വൽ അലിയുൽ അളീം. നിഷേധിച്ചു പറഞ്ഞ കാര്യങ്ങൾ കുറവാണ്. ഇവിടെ അവൻ ഉറങ്ങുകയില്ല, അവൻ മയങ്ങുകയില്ല എന്ന് പറഞ്ഞു. അത് മറുവശം അവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ്? അവൻ്റെ പരിപൂർണമായ ഹയാത്ത് കൊണ്ട്, അവൻ്റെ ഹയാത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ്റെ ഹയാത്ത് സമ്പൂർണ്ണമാണ്. അവൻ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. അവൻ ആദ്യമേ ഉള്ളവനാണ്. അവൻ ഇല്ലാത്ത ഒരു കാലം ഇനി വരികയുമില്ല. ഹയാത്ത് സമ്പൂർണ്ണമാണ്. അവൻ്റെ ഖയ്യൂമിയത്ത് സമ്പൂർണ്ണമാണ്. അവൻ സകല പടപ്പുകളെയും നിയന്ത്രിക്കുന്നു. പടപ്പുകളേവരും അവനെ ആശ്രയിക്കുന്നു എന്ന കാര്യം ഏതിലുണ്ട്? അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്നതിലുണ്ട്. എന്തുകൊണ്ട്? അവൻ്റെ ഹയാത്ത് സമ്പൂർണ്ണമാണ്. അവൻ്റെ ഖയ്യൂമിയത്ത് സമ്പൂർണ്ണമാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഇങ്ങനെ നോക്കൂ, അള്ളാഹു അനീതി ചെയ്യുകയില്ല. ലാ യദില്ലു റബ്ബി വലാ യൻസ. മൂസ അലൈഹിസ്സലാം ഫിറഔനോട് പറഞ്ഞതാണ്, ലാ യദില്ലു റബ്ബി വലാ യൻസ. എൻ്റെ റബ്ബ് അവന് തെറ്റിപ്പോവുകയില്ല. വലാ യൻസ, അവന് മറന്നു പോവുകയുമില്ല. അതിൻ്റെ മറുവശം എന്താ? അവൻ്റെ ഇൽമ, അവൻ്റെ അറിവ് അത്രയും പരിപൂർണമാണ്. അവൻ അങ്ങേയറ്റത്തെ അറിവുള്ളവനാണ്. അതിലൊന്നും തെറ്റിപ്പോവുകയില്ല. അവൻ പരിപൂർണമായ ഹിക്മത്തുള്ളവനാണ്. ഈ പരിപൂർണതയുടെ വിശേഷണം ഇല്ല എന്ന് പറയുമ്പോഴും അവിടെ ഉണ്ട്. ഇത് അഹ്ലുസുന്നത്തിൻ്റെ രീതിയാണ് റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ. ഇത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അള്ളാഹുവിൻ്റെ നബിമാരുടെ ദഅവത്തിൽ. നിങ്ങൾ അള്ളാഹുവിൻ്റെ നബിമാർ ജനങ്ങളോട് റബ്ബിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ. അതാണ് പുകഴ്ത്തൽ. അതല്ലാതെ ഇല്ല ഇല്ല എന്ന് പറയുന്നത് എപ്പോഴും എന്താവുകയില്ല, അത് കൂടുതൽ പറയുക എന്നത് പുകഴ്ത്തലല്ല. അതുകൊണ്ടാണ് ആ ശാരികൾ നമ്മുടെ നാട്ടിലെ മദ്രസയിലൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അള്ളാഹിൻ്റെ 20 വാജിബായ സിഫത്തുകൾ, 20 മുസ്തഹിലായ സിഫത്തുകൾ, 20 അള്ളാഹ്ക്കുള്ള സിഫത്തുകൾ, 20 അള്ളാഹ് ഒരിക്കലും പാടില്ലാത്ത സിഫത്ത്. അതിൽ പലതിലും നോക്കൂ, ഈ രൂപത്തിൽ മുഫസ്സലായ ഇല്ല ഇല്ല എന്നിങ്ങനെ വിശദീകരിക്കണം ശൈലിയാണത്. ഞാൻ പറഞ്ഞു, അള്ളാഹിൻ്റെ നബിമാരുടെ ശൈലി എന്താണ്? വിശദീകരണം ഏത് കാര്യത്തിനാണ്? അള്ളാഹിൻ്റെ ഉള്ള സിഫത്തുകൾ പറയലാണ്. ഇല്ല എന്ന് പറയൽ അത് മൊത്തത്തിൽ ചുരുക്കിയിട്ടാണ് പറയുക. അവിടെയും എന്തുണ്ട്? അതിൻ്റെ മറുവശം സ്ഥിരീകരിക്കലുണ്ട്. നിങ്ങൾ എളുപ്പത്തിൽ നോക്കൂ, പണ്ഡിതന്മാർ ബിൻ അബിൽ അസ് റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാർ ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പല ദർസുകളിലെ ആളുകൾക്ക് മനസ്സിലാകാൻ ഇത് പറയാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രാജാവിൻ്റെ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്ന ഒരാൾ ഭരണാധികാരിയെ പുകഴ്ത്തി പറയാം. എന്നിട്ട് ഭരണാധികാരിയോട് പറയാൻ, രാജാവേ, നിങ്ങളൊരു മണ്ടനല്ല, നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത ആളല്ല, നിങ്ങളൊരു പൊട്ടനല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? അത് പുകഴ്ത്തലല്ല. മനസ്സിലായി? അത് ഇകഴ്ത്തലാണ്. അത് ആരും പുകഴ്ത്തലായി പറയുകയില്ല. അതല്ല പുകഴ്ത്തലിൻ്റെ ശൈലി. മാലിക്കുൽ മുൽക്കായ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അവൻ്റെ ഓരോന്നും അവന് അങ്ങനെയില്ല ഇങ്ങനെയില്ല, ഇത് പിഴച്ച കക്ഷികളുടെ ശൈലിയാണ്. ഞാനീ പറയുന്നത് ഇങ്ങനെയാണ് ശരിയാക്കളുടെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുന്നവരുടെ ശൈലി. അവർക്ക് റബ്ബിനെ കുറിച്ച് ഇതില്ല ഇതില്ല എന്ന് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ ഉള്ള സിഫത്തുകളെ അംഗീകരിക്കാൻ നേരമില്ല. അഹ്ലുസുന്നത്തിൻ്റെ രീതി ഇസ്ബാത്തിൽ തഫ്സീലാണ്. അള്ളാഹുവിനുള്ള സിഫത്തുകൾ വിശദമായി വിശദീകരിച്ച് പറയലും ഇല്ല എന്നത് ചുരുക്കി പറയലുമാണ്. അവിടെയും അതിൻ്റെ എതിർവശം സ്ഥാപിക്കലുണ്ട്. നബിമാരുടെ ശൈലിയാണ്. ഇത് ഈ ആയത്തിലുണ്ട്. ആയത്തിൽ നിങ്ങൾ നോക്കൂ, ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല. അത് ചുരുങ്ങിയ ഒരു പ്രയോഗമാണ്. അവനെപ്പോലെ യാതൊന്നുമില്ല അവിടെ പറഞ്ഞ് നിർത്തി. ഇങ്ങനെ ഉള്ളവൻ അവനെപ്പോലെ ആവുകയില്ല, അങ്ങനെ ഉള്ളവൻ ഇവനെപ്പോലെ ആവുകയില്ല, അള്ളാഹു ഇങ്ങനെ ആവുകയില്ല, അങ്ങനെയല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അവൻ പരിപൂർണമായ എല്ലാ വിശേഷണങ്ങളും ഉള്ളവനാണ്. അവൻ്റെ ഏത് വിശേഷണങ്ങളും പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. അഹദാണ് അവൻ.
വാഹിദാണവൻ, ഏകനാണ്. അവൻ്റെ ഒരു വിശേഷണത്തിന് ഒരു പടപ്പും അവനെപ്പോലെയില്ല. അതുകൊണ്ടാണത്. അവിടെയും സ്ഥിരീകരണമുണ്ട്. പിന്നെയോ സ്ഥിരീകരിച്ച് പറഞ്ഞ നോക്കൂ, അവിടെ 2 എണ്ണം പറഞ്ഞില്ലേ, ഓ സമീഉ ബസീർ, സമീആണവൻ, കേൾക്കുന്നവനാണവൻ, ബസീറാണവൻ, കാണുന്നവനാണവൻ. അപ്പം ഈ തത്വം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുക, അതാണ് കൂടുതൽ വേണ്ടത് എന്ന തത്വം ഈ ആയത്തിൽ ഉണ്ട്. ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉ അൽ ബസീർ. ഇനി നോക്കൂ, ഈ ആയത്തിലെ മറ്റൊരു മഹത്തരമായ പാഠമാണ് എന്ത്? അള്ളാഹുവിന് അവനുണ്ട് എന്ന് പറഞ്ഞ ഒരു വിശേഷണത്തിലും സൃഷ്ടികളോട് അവനെ സാദൃശ്യപ്പെടുത്തുക എന്ന കാര്യമില്ല. അത് പദത്തിൽ അതിൻ്റെ ആ വാക്കർത്ഥത്തിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാലും. കാരണം സമീഅ കേൾക്കുന്നവൻ, ബസീർ കാണുന്നവൻ, ഈ വിശേഷണം, ഈ പദങ്ങൾ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുക, ഈ വാക്കുകൾ, ഈ പദങ്ങൾ റബ്ബ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന ഫജറിൽ 2ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തു അൽ ഇൻസാൻ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. നാം മനുഷ്യനെ കൂടിക്കലർന്ന ദ്രാവകത്തിൽ നിന്ന്, അഥവാ അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പുരുഷൻ്റെയും സ്ത്രീയുടെയും കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറ, നാം അവനെ സമീഉൻ ബസീറുമാക്കിയിരിക്കുന്നു. ആരെ? മനുഷ്യനെ. അള്ളാഹു പറയുകയാണ്, ഏത് വാക്ക്? ഇതേ വാക്ക്, സമീഅ ബസീർ, സമീഉൻ ബസീറുമാക്കിയിരിക്കുന്നു. മനുഷ്യന് സമഉണ്ട്, മനുഷ്യന് ബസറുണ്ട്, അവന് കേൾവിയുണ്ട്, അവന് കാഴ്ചയുണ്ട്. റബ്ബിന് സമഉണ്ട്, കേൾവിയുണ്ട്, റബ്ബിന് ബസറുണ്ട്. പക്ഷേ ആ സമഅല്ല ഈ സമഅ, ആ ബസറല്ല ഈ ബസർ. അള്ളാഹുവിൻ്റെ സമഅ, അവൻ്റെ ബസർ, അവൻ്റെ പരിപൂർണതയ്ക്ക്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച സമഉം ബസറുമാണ്, കാഴ്ചയും കേൾവിയുമാണ്. മനുഷ്യൻ്റെ സകല പടപ്പുകളുടെയും സമഉം ബസറും അവരുടെ ന്യൂനതയ്ക്ക്, അവരുടെ കുറവുകൾക്ക്, അവർ പടപ്പുകളാണ് എന്നതിൻ്റെ അതിന് യോജിച്ച സമഉം ബസറുമാണ്. റബ്ബ് നൽകിയതാണത്. മാത്രമല്ല അത് പലപ്പോഴും ദുർബലമാകും. അതുകൊണ്ട് എല്ലാം കേൾക്കാൻ കഴിയില്ല, എല്ലാം കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ കിട്ടിയ സമഉം ബസറും തന്നെ മനുഷ്യൻ അവൻ പ്രായമേറുമ്പോൾ പലപ്പോഴും അത് ദുർബലമാകുന്നു, സമഉം ബസറും ദുർബലമാകുന്നു. റബ്ബ് നൽകിയതാണ്, അത് ന്യൂനതകളുള്ളതാണ്, അതിന് പരിമിതികളുണ്ട്. എന്നാൽ റബ്ബിൻ്റേത് പരിപൂർണമാണ്, സമ്പൂർണ്ണമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് റബ്ബിൻ്റെ ഏതേത് സിഫത്തുകളാകട്ടെ ഈ പാഠമാണ് മനസ്സിലാക്കുക. അത് ഈ ആയത്തിലുണ്ട്. കാരണം സമീഅ ബസീർ എന്നത് റബ്ബിനെ അവൻ വിശേഷിപ്പിച്ചതാണ്. ഇതുപോലെ ഇതേ പാഠം നിങ്ങൾ ഏതിൽ മനസ്സിലാക്കുക? അള്ളാഹു അർശിന് മുകളിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞതിൽ മനസ്സിലാക്കുക, അവന് മുഖമുണ്ട് എന്ന് പറഞ്ഞതിൽ മനസ്സിലാക്കുക, അവന് കൈകളുണ്ട് എന്ന് പറഞ്ഞതിൽ മനസ്സിലാക്കുക. ആരിലേക്കും ചേർക്കാതെ സമഅ ബസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. സമഅ എന്ന് പറഞ്ഞാൽ കേൾവി, ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച. അത് സൃഷ്ടിയിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് അത് സൃഷ്ടിക്ക് യോജിച്ച രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കും. സൃഷ്ടികളിൽ തന്നെ എല്ലാവർക്കും അതൊരുപോലെ അല്ലല്ലോ. അല്ല, ഒരു മനുഷ്യൻ്റെ കാഴ്ചയും കേൾവിയും പോലെയല്ല ഒരു ഉറുമ്പിൻ്റെ കാഴ്ചയും കേൾവിയും, ആണോ? അല്ല. അതുപോലെ അതിനേക്കാൾ വ്യത്യാസമുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽ. ഈ ആയത്തിൽ അടുത്ത പാഠം ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ എന്ന ആയത്തിൽ അടുത്ത പാഠം ലൈസ കമിസ്ലിഹി എന്ന ഭാഗം. ഈ ആയത്തിലെ ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല എന്ന ഭാഗം തംസീലിൻ്റെ ആളുകൾക്കുള്ള മറുപടിയാണ്. ആ മറുപടി ആ ആയത്തിലുണ്ട്. സൃഷ്ടികളോട് അവനെ സാദൃശ്യപ്പെടുത്തുക എന്ന ആളുകൾക്കുള്ള മറുപടി ഈ ഭാഗത്തുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവരെല്ലാം കേൾക്കുന്നവരും എല്ലാം കാണുന്നവരുമാണ്. അതിൽ ഏത് കക്ഷിക്കുള്ള മറുപടി നിങ്ങൾ പറയും? തംസീലുകാർക്കാണെങ്കിൽ ഇവിടെ തഅതീലുകാർക്ക്, ബാറക്കല്ലാഹു ഫീക്കും, തഅതീലിൻ്റെ ആൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഇവിടെയുണ്ട്. ഈ ആയത്തിലെ മറ്റൊരു പാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈ എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അറബി അല്പമെങ്കിലും അറിയുന്ന ആർക്കും അറിയാം, കാഫ് സാദൃശ്യം പറയാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ്. കർറജുൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ പോലെ, കൽ ജിദാർ എന്ന് പറഞ്ഞാൽ ഒരു ചുമര് പോലെ, കൽ ബഹർ കടൽ പോലെ. മിസിൽ എന്ന വാക്കും അതും എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാദൃശ്യം പറയാനാണ്. മിസിൽ എന്നതും സാദൃശ്യം പറയാനാണ്.
ഇവിടെ രണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. ലൈസ കമിസ്ലിഹി ഷൈ. അതിൻ്റെ ഫായിദ എന്താണ്? ഭാഷാ പണ്ഡിതന്മാർ പലരും പറയുകയുണ്ട്, അതിൻ്റെ ഫായിദ ആവർത്തനം അവിടെ വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ ലൈസ മിസ്ലുഹു ഷൈ, ലൈസ മിസ്ലുഹു ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് പോലെയാണ് എന്ത്? ക്യാഫും അതുപോലെ മിസ്ലും രണ്ടും ഒന്ന് മതിയായി, ഒന്ന് മതിയാണ്, ഒന്ന് മതിയായതാണ് അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറയാൻ. ലൈസ മിസ്ലുഹു ഷൈ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? അള്ളാഹുവിനെ പോലെ ആരുമില്ല എന്നായി. അതുപോലെ ലൈസ കനഫ്സിഹി ഷൈ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ പോലെ ആരുമില്ല എന്ന് വന്നു. ലൈസ കഹുവ, അവനെ പോലെ ആരുമില്ല എന്ന് ക്യാഫ് മാത്രം വെച്ച് പറഞ്ഞാൽ തന്നെ മതി. പക്ഷെ രണ്ടും വന്നാൽ എന്താണ്? അത് ആവർത്തിച്ചു പറയുന്ന ഗുണമാണ് അവിടെ ലഭിക്കുക. ലൈസ മിസ്ലുഹു ഷൈ, ലൈസ മിസ്ലുഹു ഷൈ, ലൈസ മിസ്ലുഹു ഷൈ. അത് ആവർത്തിച്ചു പറയുന്ന പ്രയോജനമാണ് അവിടെ ലഭിക്കുക. മറ്റൊരു പാഠം ഈ ആയത്തിലെ പാഠമാണ്. അള്ളാഹു ഈ ആയത്തിൽ അള്ളാഹുവിനെ പോലെ ആരുമില്ല, യാതൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ധാരാളം പേരുകൾ പറയാതെ പല പേരുകൾക്കും പകരം അള്ളാഹു ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് സമീഅ ബസീർ എന്നീ രണ്ട് പേരുകളാണ്. ശ്രദ്ധിക്കുക. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. വഹുവൽ അലീമുൽ അലീം എന്നല്ല പറഞ്ഞത്, വഹുവൽ വാഹിദുൽ ഖഹാർ എന്നല്ല പറഞ്ഞത്. അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്, അവൻ ഏകനാണ് എന്നിങ്ങനെയുള്ള പേരുകളല്ല പറഞ്ഞത്. സമീഉം ബസീറുമാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, സമഉം ബസറും, കാഴ്ചയും കേൾവിയും പൊതുവേ എല്ലാ സൃഷ്ടികൾക്കും ഉള്ളതാണ്. പൊതുവേ ഏതാണ്ട് എല്ലാ പടപ്പുകൾക്കും. പല സിഫത്തുകളും പടപ്പുകൾക്ക്, എല്ലാ സിഫത്തുകളും പടപ്പുകൾക്കില്ല. പക്ഷെ ഭയങ്കര കൂവത്ത് എന്നൊക്കെ പറയാവുന്ന ശക്തി ചെറിയ ഇപ്പോൾ ജന്തുക്കൾക്ക് പറഞ്ഞാലില്ല. പക്ഷെ പൊതുവേ സമഉം ബസറും എല്ലാ പടപ്പുകൾക്കും ഉണ്ട്, ചെറിയ പടപ്പുകൾക്ക് വരെ ഉണ്ട്. മനസ്സിലായി? ആ പേര് അള്ളാഹുവിന് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും എന്താവുകയില്ല, റബ്ബ് ഈ പേര് റബ്ബിന് പറഞ്ഞാൽ പോലും റബ്ബ് ഒരു പടപ്പിനെയും പോലെയല്ല. പിന്നെയാണോ ബാക്കിയുള്ള പേരുകൾ? മനസ്സിലായി? ആ പാഠം അതിലുണ്ട്. സമഉം ബസറും പൊതുവെ എല്ലാത്തിനും ഉണ്ട് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ നമുക്ക് ഉറുമ്പിൻ്റെ കാഴ്ചയും കേൾവിയും കാണാം. ഉറുമ്പിൻ്റെ കാഴ്ചയും കേൾവി എത്ര ചെറിയ ഒരു പടപ്പാണത്. എന്നാൽ അതിൽ ധാരാളം പാഠങ്ങളുണ്ട്. ഒരുപാട് ചിന്തിക്കാനുള്ള പാഠങ്ങളുള്ള ഒരു ജന്തുവാണേത്? ഉറുമ്പെന്ന്. എന്താണ് ഉറുമ്പിന് അറബിയിൽ പറയാം? നംല. ഭാഷാ പണ്ഡിതന്മാർ പറയുകയുണ്ടായി, അതിന് നംൽ എന്ന് പേര് വന്നത് തന്നെ ലികസ്റത്തി തനമ്മുലിഹി. അതിൻ്റെ തനമ്മുൽ വളരെ അധികമാണ്. തനമ്മുൽ എന്ന് പറഞ്ഞാൽ എന്താ? ചലനം. നിങ്ങൾ ഉറുമ്പിനെ നോക്കി അത് മിണ്ടായിരിക്കുന്നത് കാണാൻ കഴിയില്ല. അടങ്ങി എവിടെയെങ്കിലും അത് നിൽക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയില്ല. എപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും. നിരന്തരമായ അധ്വാനം, അത് അതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അതിന് നമൽ എന്ന് പേര് പറയപ്പെട്ടത് എന്നാണ്. ലികസ്റത്തി തനമ്മുലിഹി. അള്ളാഹു ഖുർആനിൽ സുബ്ഹാനല്ലാഹ് ആ പേരിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു നമൽ. സുലൈമാൻ അലൈഹിസ്സലാം സൈന്യവുമായി വരുന്ന സന്ദർഭത്തിൽ ഒരു നംലത്ത് പറഞ്ഞു, ഖാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹൻ നമൽ, ഉറുമ്പുകളെ, ഉദ്ഖുലു മസാക്കിനക്കും, നിങ്ങളെല്ലാവരും നിങ്ങൾ വീട്ടിലേക്ക് കയറിക്കോളൂ. ലാ യഹ്തിമന്നക്കും, നിങ്ങളെ ചവിട്ടി ഞെരിക്കാതിരിക്കട്ടെ. സുലൈമാനു വജുനൂദു, സുലൈമാൻ അലൈഹിസ്സലാമും അവിടുത്തെ സൈന്യവും. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ. ചില പണ്ഡിതന്മാർ ഇത് അത്ഭുതകരമായ ആയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത്. കാരണം ആ ആയത്തിൽ സുബ്ഹാനല്ലാഹ് ഖുർആനിൻ്റെ മനോഹാരിതയുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നോക്കൂ നിങ്ങൾ, എന്താണ് ആയത്തിലില്ലാത്തത്? വഖാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു. ആ ഉറുമ്പ് എന്ത് ചെയ്തു? അത് മിണ്ടാതിരുന്നില്ല. തൻ്റെ കൗമിന് ഒരു അപകടം വരുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തില്ല? ഞാൻ പോയി രക്ഷപ്പെട്ടേക്ക എന്ന് പറഞ്ഞ് അവനവൻ്റെ കാര്യം നോക്കിപ്പോയി. അത് പറഞ്ഞു, യാ അയ്യുഹൻ നമൽ, ഉറുമ്പുകൾ ഒന്നാകെ വിളിച്ചു. മനസ്സിലായില്ലേ? ആരെങ്കിലും വിളിക്കാതെ പൊതുവായൊരു വാക്കല്ല, അവരെ ശ്രദ്ധ ക്ഷണിക്കുന്ന വാക്കാണ് പറയുക. യാ അയ്യുഹൻ നമൽ എന്ന് പറഞ്ഞു. ഉദ്ഖുലു മസാക്കിനക്കും, അപകടം പറയുന്നതിന് മുമ്പേ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഉദ്ഖുലു മസാക്കിന, വീട്ടിലേക്ക് കയറിക്കോളൂ എല്ലാവരും. ലാ യഹ്തിമന്നക്കും, നിങ്ങളെ ചവിട്ടി ഞെരിക്കാതിരിക്കട്ടെ. സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണ് എന്ന് വിവരിച്ചു കൊടുത്തു. ആരുടെ ഭാഗത്താണ് വരാൻ പോകുന്നത് അതും പറഞ്ഞു. സുലൈമാൻ വജുനൂദ്, സുലൈമാൻ അലൈഹിസ്സലാമും സൈന്യവും. അവിടെയും നിർത്തിയില്ല. അവർ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല
അവരുടെ ഉദുറും കൂടി വകവെച്ച് കൊടുത്തു. വഹും ലാ യശ്ഉറൂൻ, അറിയാതെ അവർ നിങ്ങളെ ചവിട്ടിപ്പോണ്ട. മനസ്സിലായി എന്തൊക്കെയാണ് ഈ ഒരൊറ്റ ആയത്തിൽ വന്നത്? കാലത്ത് ഖുർആനിൻ്റെ അത്ഭുതവും മനോഹാരിത ഒരൊറ്റ ആയത്തിനുണ്ട് എന്നാണ്. ഒറ്റ ആയത്തിനാണത്. വഖാലത്ത് നംലത്തു യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. അത് കേട്ടപ്പോഴാണ് സുലൈമാൻ അലൈഹിസ്സലാം പുഞ്ചിരിച്ചത്. ചില പണ്ഡിതന്മാർ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, വളരെ കിറാമുകളായ പിന്നെ അങ്ങേയറ്റം മഹത്വമുള്ളവരുടെ സന്തോഷം പൊതുവെ പുഞ്ചിരിയിൽ ഒതുങ്ങും എന്നാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പുഞ്ചിരിക്കുകയായിരുന്നു പതിവ്. അവിടുന്ന് അവിടുത്തെ അണപ്പല്ല് കാണുക ചിരിച്ചത് വളരെ കുറവായിരുന്നു എന്നാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതു രീതി എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമായിരുന്നു, പുഞ്ചിരിയായിരുന്നു. ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹ. സുലൈമാൻ അലൈഹിസ്സലാം അത് കേട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, റബ്ബ് ദുആ ചെയ്യാൻ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സാലിഹീൻ. റബ്ബേ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ. നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനം ചെയ്യാൻ നീ എന്നെ നിൻ്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ആ മലിക്കായ ലോകമടക്കി ഭരിച്ച റസൂൽ സുലൈമാൻ ഇബ്ൻ ദാവൂദ് അലൈഹിസ്സലാം അവിടെ ദുആ ചെയ്തു എന്നാണ്. ആ ആയത്ത് ഞാൻ പറഞ്ഞത് എന്തിനാണ്? ആ ആയത്തിൽ എന്തുണ്ട്? ഉറുമ്പിൻ്റെ കാഴ്ചയും കേൾവിയും ഒക്കെ ഉണ്ടല്ലോ. കണ്ടതുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുത്തത്. അവർ കേൾക്കുന്നുള്ളത് കൊണ്ടാണല്ലോ അവർ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പം ഇത്രയും ചെറിയ ഈ ജന്തുവിന് വരെ എന്തുണ്ട്? സമഉണ്ട്, അതിന് ബസറുണ്ട്. അങ്ങനെയുള്ള സിഫത്താണ്, ആ സിഫത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവൻ സമീഅാണ്, ബസീറാണ്. പക്ഷേ എന്തിനാണ് വ്യത്യാസം? കൈഫിയത്തിനാണ് വ്യത്യാസം. അർത്ഥം നമുക്കറിയാം. സമീഅ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ, ബസീർ എന്ന് പറഞ്ഞാൽ കാണുന്നത്. പക്ഷെ അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയില്ല. അവൻ്റെ വിശേഷണം പരിപൂർണമാണ്, അവൻ്റെ ജലാലത്തിന് ആളമത്തിന് യോജിച്ച വിശേഷണമാണ്. പടപ്പുകളുടേതോ അവരുടെ കുറവിന്, അവരുടെ നഖ്സിന്, അവരുടെ കുറവിനും അവരുടെ ന്യൂനതക്കും യോജിച്ച സമഉം ബസറുമാണ് മനുഷ്യരുടെ പടപ്പുകളുടെ സമഅ. ഈ പാഠങ്ങൾ ഈ ഒരായത്തിലുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈ, ബാക്കി എന്താണ്? വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉ. എന്തെല്ലാം പാഠങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട്, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് എത്ര വലിയ പാഠങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ്. സൂറത്ത് ശൂറായിലെ എത്രാമത്തെ ആയത്ത്? 11ാമത്തെ. ലൈസ, അതിൻ്റെ അവസാന ഭാഗമാണിത്. ആയത്ത് മുഴുവൻ വേറെ കാര്യങ്ങൾ ആ ആയത്തിലുണ്ട്, അതിൻ്റെ അവസാന ഭാഗമാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ഇനി ഈ കിതാബിൽ പറയുന്നു, ബാക്കി ഭാഗം ഞാൻ വായിക്കുകയാണ്. ഫലാ യൻഫൂന അൻഹു മാ വസഫ ബിഹി നഫ്സഹു വലാ യുഹർരിഫൂന അൽ കലിമ അൻ മവാദിഇഹി വലാ യുൽഹിദൂന ഫി അസ്മാഇല്ലാഹി തആല വആയാതിഹി ولا يكيفون ولا يمثلون صفاته بصفات خلقه فلا ينفون عنه. أهل السنة എന്തുകയില്ല, നിരാകരിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. മാ വസഫ ബിഹി നഫ്സഹ്, അള്ളാഹു അവനെ വിശേഷിപ്പിച്ച ഒന്നും അഹ്ലു സുന്ന തള്ളിക്കളയുകയില്ല. വലാ യുഹർരിഫൂന അൽ കലിമ അൻ മവാദിഇഹി, അവർ വാക്കുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തഹരീഫ് നടത്തി തെറ്റിച്ച് കളയുകയില്ല. എന്താണ് ഈ പറഞ്ഞത്? അഹ്ലുസുന്നത്തിൻ്റെ രീതിയാണ് അള്ളാഹു പറഞ്ഞതിനെ ഒന്നും, അവനെക്കുറിച്ച് പറഞ്ഞതിനെ ഒന്നും നിഷേധിക്കാതിരിക്കുക. നിഷേധിക്കുന്ന കക്ഷികളുണ്ട്. ജഹ്മിയ്യത്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെല്ലാം നിഷേധിച്ച ഒരു കക്ഷിയാണ്. ഖുദ്റത്ത് എന്ന വിശേഷണത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് തന്നെ ശരിയായ രൂപത്തിലല്ല. എങ്ങനെയായാലും അള്ളാഹുവിൻ്റെ ഒന്നുകിൽ ബഹുഭൂരിപക്ഷം സിഫത്തുകളെ നിഷേധിക്കുക. അങ്ങനെയുള്ള ജഹ്മികൾ. മുഅ്തസിലത്ത് വേറൊരു പഴച്ച കക്ഷിയാണ്. റാഫിദികൾ, ഷിയകൾ, അതുപോലെ കുല്ലാബിയ എന്നറിയപ്പെടുന്ന അശാരിയാക്കളുടെ അവരുമായി ചെറിയ വ്യത്യാസമുള്ള മറ്റൊരു വിഭാഗം. നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ അവകാശപ്പെടുന്ന അശാരി മദ്ഹബ്, അതിന് ഞാനീ പറഞ്ഞ അവരുടെ രീതി എന്താണ്? 7 സിഫത്തുകൾ മാത്രം അംഗീകരിക്കുക, അല്ലെങ്കിൽ 20, മദ്രസയിലൊക്കെ പഠിക്കുന്ന 20. അങ്ങനെ ഈ എണ്ണം ആരാണ് അവർക്ക് പഠിപ്പിച്ചത്?
ഈ സിഫത്തുകൾ മാത്രമാണ് അള്ളാഹുവിനുള്ളത്, ഇത് അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിൽ എവിടെയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയാണുള്ളത്? അപ്പോൾ ഇങ്ങനെ ബഹുഭൂരിപക്ഷം സിഫത്തുകളെ നിഷേധിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിഫത്തുകൾ നിഷേധിക്കുക, ഇത് അഹ്ലുസുന്നത്ത് ചെയ്യുകയില്ല. ശേഷം പറഞ്ഞു നോക്കൂ, വല യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹ്, അവർ കലിമത്തുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തഹരീഫ് നടത്തുകയില്ല. തഹരീഫ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അർത്ഥം തള്ളിക്കളയുക, അല്ലെങ്കിൽ പദങ്ങൾ തന്നെ മാറ്റിമറിക്കുക, പറഞ്ഞ കാര്യം തള്ളിക്കളയുക, യഥാർത്ഥ അർത്ഥം മാറ്റുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. തഹരീഫ് യഹൂദികളുടെ രീതിയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹ്, അവർ തഹരീഫ് നടത്തുന്നവരാണ്. വേറെയും ആയത്തുകൾ, അള്ളാഹു ഒന്നിലധികം ആയത്തുകളിൽ ഖുർആനിൽ യഹൂദികളെക്കുറിച്ച് അവർ തഹരീഫിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റത്തിരുത്തലുകൾ വരുത്തുക അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, അതുപോലെ സല്ലല്ലാഹു ഹദീസുകളിലും അത് വരുത്താൻ പാടില്ല. പിന്നെയോ വല യുൽഹിദൂന ഫി അസ്മാഇല്ലാഹി തആല വ ആയാതിഹി, അഹ്ലുസുന്നത്ത് അള്ളാഹുവിൻ്റെ പേരുകളിലോ അവൻ്റെ ആയത്തുകളിലോ ഇൽഹാദ് നടത്തുകയില്ല. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അത് ലഹദ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് അറബ് നാടുകളിലൊക്കെ ഉള്ള ഖബറിന് എന്ത് പറയുക, ലഹദ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പൊതുവെ കുഴിക്കുന്ന ഖബറിന് ഷക്ക് എന്ന് പറയും. ഒരു കുഴി കുഴിച്ച് അതിൻ്റെ താഴെ വേറെ കുഴി കുഴിക്കുക. അറബ് നാടുകളിലെ പൊതുവെ രീതി എന്താണ്, ഒരു കുഴി കുഴിച്ച് വശത്തേക്കൊരു കുഴി കുഴിക്കുക, ലഹദ്. ഇത് രണ്ടും അനുവദിക്കപ്പെട്ട രീതികളാണ്. രണ്ടും ഖബറിൽ അനുവദിക്കപ്പെട്ട രീതികൾ. കൂടുതൽ നല്ലത് ലഹദാണ്, കൂടുതൽ നല്ല രീതി ലഹദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ലഹദായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഒരു നാട്ടിൽ ഷക്കാണ് കുഴിക്കുന്നത് എങ്കിൽ പൊതുവെ ഖബർ കുഴിക്കുന്ന ആൾക്ക് അതാണ് വൃത്തിക്ക് കുഴിക്കാറിയാം. അപ്പോൾ അയാളെ പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടിച്ച് ലഹദ് കുഴിപ്പിച്ചാൽ ചിലപ്പോൾ എന്താവും, ഖബർ വൃത്തിയായിക്കൊള്ളണമെന്നില്ല. ഖബർ തഹ്സീൻ ചെയ്യുക, വൃത്തിക്ക് കുഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അതുകൊണ്ട് ഒരു നാട്ടിൽ ഷക്കാണോ യാതൊരു കുഴപ്പമില്ല, അതിന് യാതൊരു തകരാറുമില്ല. ഷക്കും ലഹദും ഖബറിൻ്റെ രീതികളാണ്. പറഞ്ഞു വന്നത് ഈ വശത്തേക്ക് ചരിക്കുക എന്നതിനാണ് ലഹദ് എന്ന് പറയാം. അപ്പോൾ ഒരാൾ ഹക്കിൽ നിന്ന് വേറൊരു ഭാഗത്തേക്ക് തെറ്റിപ്പോവുക എന്നതാണ് ഇൽഹാദിൻ്റെ അർത്ഥം. ഹക്കിൽ നിന്ന് അവൻ ഹക്കിൽ നിന്ന് അതിൻ്റെ ശരിയായ വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് തെറ്റിപ്പോകുന്നു, അതിനാണ് ഇൽഹാദ് എന്ന് പറയുക. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു തഹരീഫ് ആരുടെ രീതിയാണ്? തഹരീഫ് യഹൂദികളുടെ. ഇൽഹാദ് ഖുർആനിൽ വന്നിട്ടുള്ളത് മുശ്രിക്കുകളുടെ രീതിയായിട്ടാണ്. ഇൽഹാദ് മുശ്രിക്കുകളുടെ രീതിയാണ്. മുശ്രിക്കുകൾ എന്തിലൊക്കെയാണ് ഇൽഹാദ് ചെയ്തത്? ഒന്ന്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ. രണ്ട്, അള്ളാഹുവിൻ്റെ പേരുകളിൽ. ആയത്തുകളുടെ ഇൽഹാദ് എങ്ങനെയാണ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യുൽഹിദൂന ഫി ആയാതിന ലാ യഖ്ഫൗന അലൈന, നമ്മുടെ ആയത്തുകളിൽ ഇൽഹാദ് നടത്തുന്നവർ, അവരെ നാം കാണാതെ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ താക്കീതാണത്. ആയത്തുകളിലെ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ആയത്തുകൾ രണ്ട് തരമുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ആയത്തുകൾ, മഴയും വെയിലും കാറ്റും ഇങ്ങനെയുള്ള ആയത്തുകൾ. അതിലെ ഇൽഹാദ് എന്തായിരിക്കും? അതിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുക. മുത്തർന ബിനൗ ഇഖദ വഖദ, ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയുക പാടില്ല. ഇൽഹാദാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിലെ ഇൽഹാദാണ്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അനുഗ്രഹം അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുക. ഇതുപോലുള്ള ആയത്തുകൾ, രാവു പകൽ, സൂര്യൻ ചന്ദ്രൻ, ഇരുട്ട് വെളിച്ചം, ഇതൊക്കെ. പിന്നെ അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇൽഹാദുണ്ട്. അതും ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിനുള്ളതാണ് ഏറ്റവും നല്ല പേരുകൾ, അതുകൊണ്ട് അത് മുഖേന നിങ്ങൾ അവനെ വിളിക്കുക. വദരില്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നിങ്ങൾ വിട്ടേക്കുക, നീ വിട്ടേക്കുക, അവർക്ക് ഉള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇൽഹാദ് എന്താണ്? അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇൽഹാദ് എന്താണ്? ഞാൻ ഈ കാര്യം പണ്ഡിതന്മാർ വിവരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അവർ വിവരിച്ച 1-2 രീതികൾ പറയുകയാണ്. എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? അത് ഒരിക്കലും അഹ്ലുസുന്നത്ത് ചെയ്യുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഹഖീഖത്തുൽ, അദ്ദേഹത്തിൻ്റെ കവിതയിൽ, നൂനി എന്ന കവിതയിൽ, വഹഖീഖത്തുൽ ഇൽഹാദി ഫീഹ അൽമൈലു ബിൽ ഇശ്റാകി വത്തഅതീൽ വന്നുക്റാനി ഫൽമുൽഹിദൂന ഇദാ ثلاث طوائف فعليهم غضب من الرحمن فالملحدون إذن 3 طوائف فعليهم غضب من الرحمن. ഇൽഹാദിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അത് ഇൽഹാദാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിൻ്റെ പേരുകൾ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക. തഅതീൽ, അള്ളാഹുവിൻ്റെ പേരുകളുടെ അർത്ഥം ഇല്ലാതാക്കുക, അതിൻ്റെ ഗുണമില്ലാതാക്കുക, നിർഗുണീകരിക്കുക. നുക്റാൻ, അള്ളാഹുവിൻ്റെ പേരുകളെ തള്ളിക്കളയുക.
തള്ളാതെ അർത്ഥം മാത്രം തള്ളിയാൽ അത് താത്തീലാണ്. പിന്നെയോ അള്ളാഹുവിൻ്റെ പേരുകൾ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇൽഹാദാണ്. അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇൽഹാദാണ്. മുശ്രിക്കുകൾ ഇത് ചെയ്തിരുന്നു. ഒരഭിപ്രായ പ്രകാരം ലാത്ത് എന്ന പേര് അവർ ഇലാഹ് എന്ന പേരിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. മനാത്ത് എന്ന പേര് മന്നാൻ എന്ന റബ്ബിൻ്റെ പേരിൽ നിന്നുണ്ടാക്കിയതാണ്. ഉസ്സ എന്ന പേര് അസീസ് എന്ന റബ്ബിൻ്റെ പേരിൽ നിന്ന് ഉണ്ടാക്കി. ഇത് അള്ളാഹുവിൻ്റെ പേരുകളിലെ എന്താണ്? ഇൽഹാദാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ അത് പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക, പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക, അത് ഇൽഹാദിൻ്റെ രീതിയാണ്. മറ്റൊരു ഇൽഹാദാണ് അള്ളാഹുവിന് അവനില്ലാത്ത പേര് വിളിക്കുക. ഉദാഹരണത്തിന് യഹൂദികൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലാഹ ഫഖീറുൻ, അല്ലാഹ് ദരിദ്രനും ഞങ്ങൾ പണക്കാരുമാണ്, നഊദു ബില്ലാഹ്. അതുപോലെ നസ്രാനികൾ റബ്ബിന് എന്തു പേര് വിളിച്ചു? അള്ളാഹുവിനില്ലാത്തൊരു പേര്. അവർ നിരന്തരം റബ്ബിനെ കുറിച്ച് പറയുന്ന പേരാണ് പിതാവ് എന്നവർ റബ്ബിന് പേര് വിളിച്ചു. അള്ളാഹുൻ അൽ അബ് എന്ന് പേരില്ല. ഇൽഹാദാണത്, അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇൽഹാദാണ്. ഇങ്ങനെയുള്ള പേരുകൾ റബ്ബിനെ കുറിച്ച് പറയുക പാടില്ല. റബ്ബിനെ കുറിച്ച് പറയുക പാടില്ല. അതുപോലെ ഇൽഹാദിൻ്റെ മറ്റൊരു രൂപമാണ് വഹ്ദത്തുൽ വുജൂദുകാരുടെ ഇൽഹാദ്. വഹ്ദത്തുൽ വുജൂദ് ആരാണ്? സൃഷ്ടിയും സൃഷ്ടാവൊക്കെ ഒന്നാണെന്ന് പറയുന്ന സൂഫികളുടെ അതിരൂട്ട വിഭാഗം എല്ലാം റബ്ബ്. അത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസം എന്താണ്? സർവമായ എന്ന് പറയുന്നത് എന്താ? എല്ലാം ദൈവമാണ്. തൂണിലും തുരുമ്പിലൊക്കെ ദൈവമുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. ഇത് കടമെടുത്തു ആര്? വഹ്ദത്തുൽ വുജൂദിൻ്റെ ആളുകൾ. സൃഷ്ടാവും സൃഷ്ടിയും ഒക്കെ ഒന്നാണ്. അങ്ങനെ അതിൽ എത്തിയിട്ടാണ് പിന്നെ അവരിലെ ആളുകൾ എന്ത് ദിക്റുമില്ലേ, അത് സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ, മാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്. അവരുടെ അടുത്ത് ജുബ്ബ ഇട്ടിട്ട് പറഞ്ഞാണ്, ജുബ്ബക്കാത്ത ആരാണ്? അള്ളാഹു മാത്രം. വമൽ കൽബു വൽ ഖിൻസീറു ഇല്ലാ ഇലാഹുന, അവർ പറഞ്ഞ വാക്കാണ്. അത് വമൽ കൽബു വൽ ഖിൻസീറു ഇല്ലാ ഇലാഹുന. കെൽബും ഖിൻസീറൊക്കെ അവൻ്റെ ഇലാഹാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വഹ്ദത്തുൽ വുജൂദിൻ്റെ ആളുകൾ പറഞ്ഞ ഇതുപോലെ ഒരു കുഫ്ർ ദുനിയാവിൽ വേറെ ഇല്ല. അതുപോലത്തെ കുഫ്ർ ദുനിയാവിൽ വേറെ, അത് പറഞ്ഞവനെ പോലത്തെ കാഫർ ദുനിയാവിൽ വേറെ ഇല്ല. മനസ്സിലായില്ലേ? റബ്ബ് തന്നെയാണ്. ഇപ്പം കണ്ട വൃത്തികളൊക്കെ റബ്ബ് തന്നെയാണ്, രണ്ടില്ല. സൃഷ്ടാവും സൃഷ്ടികളൊക്കെ ഒന്നാണ് എന്ന വഹ്ദത്തുൽ വുജൂദിൻ്റെ ആൾ. എല്ലാ പടപ്പുകളുടെ വിശേഷണങ്ങളും റബ്ബിന് ചാർത്തി കൊടുക്കുക, റബ്ബിൻ്റെ എല്ലാ വിശേഷണങ്ങളും പടപ്പുകൾക്ക് ചാർത്തി കൊടുക്കുക. ഇത് ഇൽഹാദാണ്. ഇത് മറ്റൊരു ഇൽഹാദാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇൽഹാദിൻ്റെ ഇനമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. അല്ലമനില്ലാഹു ഇയ്യാക്കും വഫഹമനില്ലാഹു ഇയ്യാക്കും. അതായത് അള്ളാഹുവിൻ്റെ പേരുകൾ, അത് അള്ളാഹുവിനില്ലാത്ത പേരുകൾ അള്ളാഹ്ക്ക് പറയരുത്, അത് ഇൽഹാദാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചില പുസ്തകങ്ങളിലൊക്കെ വന്നതുകൊണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു, അള്ളാഹുവിൻ്റെ പേരുകളുടെ അർത്ഥം പറയാൻ പാടില്ല. അങ്ങനെയില്ല. മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ പേരുകളുടെ അർത്ഥം പറഞ്ഞാൽ അതെന്താവുകയില്ല? ഇൽഹാദാവുകയില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ് റബ്ബിൻ്റെ അർത്ഥം ആയിട്ട് ഒരാൾ പറയുകയാണ് രക്ഷിതാവ്, അല്ലെങ്കിൽ നാഥൻ, മലയാളത്തിൽ ഇതിന് പറയാറുള്ള അർത്ഥമാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഇൽഹാദാവുകയില്ല. അള്ളാഹിൻ്റെ പേരിൻ്റെ പരിഭാഷ പറയുക. പരിഭാഷ പറയുമ്പോൾ പൊതുവേ മുസ്ലിമീങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ഇതാണ് റബ്ബിൻ്റെ, രക്ഷിതാവ് എന്നാണ് റബ്ബിൻ്റെ പേര് എന്ന് വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് എന്താണ്? റബ്ബ് എന്നാണ് അള്ളാഹിൻ്റെ പേര്. അതിൻ്റെ പരിഭാഷയാണിത്. ഇങ്ങനെ പരിഭാഷ പറഞ്ഞാൽ അത് ഇൽഹാദാവുകയില്ല. ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ തോന്നിപ്പിക്കുന്ന വാചകങ്ങൾ കാണാം. ശരിയല്ല. ആ വിഷയത്തിൽ വളരെ അറിവുള്ള ആളുകളാണെന്ന് ചില സാധാരണക്കാരൊക്കെ ധരിച്ച പലരുടെയും പുസ്തകങ്ങൾ ഈ വിവരമില്ലായ്മ കാണാം. ശരിയാണ്, ചില ആളുകൾ ദുആ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളൊന്നും പറയാതെ എപ്പോഴും റബ്ബിൻ്റെ പേരുകളുടെ പരിഭാഷ മാത്രം വിളിക്കുക. അപ്പോൾ തമ്പുരാനെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ പേരുകൾ കുറവ് അയാളുടെ ദുആയിൽ, മറിച്ച് അതിൻ്റെ പരിഭാഷ കൂടുതൽ.
അതല്ല വേണ്ടത്, അള്ളാഹിൻ്റെ പേരാണ് വിളിക്കേണ്ടത്. പക്ഷെ അവിടെയും ഇൽഹാദ് ആരോപിക്കാനുള്ളത് ഗുരുതരമാണ്. മനസ്സിലായി? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇതൊക്കെ. ഇൽഹാദ് ആരോപിക്കരുത്, മനസ്സിലായില്ലേ? എന്ന് മാത്രം ഈ പേര് വരെ പഴയ കാലത്ത് വലി, അള്ളാഹുവിൻ്റെ അൽ വലി റബ്ബിൻ്റെ പേരാണ്. അതിൻ്റെ അർത്ഥമായി പഴയ മലയാള പുസ്തകങ്ങളിൽ തമ്പുരാൻ എന്ന് കാണാം. റബ്ബ് എന്ന പേരിൻ്റെ പരിഭാഷയായി നാഥൻ എന്ന് കൊടുത്തത് കാണാം. അത് പരിഭാഷയാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അതെന്തല്ല, അത് ഇൽഹാദല്ല. മനസ്സിലായി? ഇനി അടുത്ത വാചകം ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ. ദുആ ചെയ്യുമ്പോൾ പോലും ഒരാൾക്ക് അള്ളാഹിൻ്റെ പേരിൻ്റെ അർത്ഥം വിളിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തുകൂടെ? ദുആ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? റബ്ബിനെ ഏത് ഭാഷയിലും വിളിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. ഈ വാക്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, വളരെ എനിക്കിത് പ്രയോജനപ്പെടും ഇൻഷാ അല്ലാഹ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരാൾക്ക് അറബി അതിൻ്റെ വ്യാകരണമൊന്നും ശരിക്കും അറിയില്ല, ഇഅ്റാബൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അയാൾ ഇഅ്റാബൊക്കെ ആകെ ശരിയാക്കാൻ നോക്കി ബുദ്ധിമുട്ടിയിട്ട് ദുആ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവൻ അറിയുന്ന പോലെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അപ്പോഴാണ് അവന് ഇഖ്ലാസ് കൂടുതലുണ്ടാകുക. മനസ്സിലായില്ലേ? നീ നിൻ്റെ ഖൽബിലുള്ളത് എന്താണോ നിനക്ക് നിൻ്റെ റബ്ബിനോട് പറയാം, അത് നിൻ്റെ ഭാഷയിൽ റബ്ബിനോട് വിളിച്ച് പറയൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. അതിൽ വലിയ ഇഖ്ലാസ് ഉണ്ടാവും നിനക്ക്. നീ നിൻ്റെ കൽബുരുകി കരളുരുകി നിനക്ക് നിൻ്റെ റബ്ബിനോട് അങ്ങനെ ദുആ ചെയ്യാൻ സാധിക്കും. സലാസം പഠിപ്പിച്ച ദുആകൾ പഠിക്കുക, അത് ദുആ ചെയ്യുക, അതൊരു സംശയമില്ല. പക്ഷെ അതിനർത്ഥം എന്തല്ല, ഒരു വേറെ ഭാഷയിൽ അള്ളാഹുനോട് ദുആ ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല. ഇക്കണ്ട പടപ്പുകളൊക്കെ അള്ളാഹു പടപ്പുകളെ പടച്ച കാലം മുതൽ അള്ളാഹുനോട് ദുആ ചെയ്ത അറബി ഭാഷയിലാണോ? അല്ല, അവരവരുടെ ഭാഷയിലാണ്. അവിടെ ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നീ പിന്നെ ഞാൻ പഠിച്ച ദുആ മാത്രമേ ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ശരി, അള്ളാഹുവിൻ്റെ പേരുകളുടെ അർത്ഥം ഒരാൾ വിളിച്ചാൽ അത് ഇൽഹാദാവുകയില്ല എന്ന് മാത്രമല്ല. ശ്രദ്ധിക്കുക, ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. അതായത് ചിലപ്പോൾ റബ്ബിൻ്റെ പേരാണ് എന്നർത്ഥത്തിലോ പേരിൻ്റെ അർത്ഥമാണ് എന്നർത്ഥത്തിലോ അല്ല, ഒരു ഖബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കാര്യമാണത്. അത് ഖുർആനും സുന്നത്തിനും എതിരാകാത്ത, ഖുർആനും സുന്നത്തിൻ്റെയും ആകത്തുകയായി വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയാം. ഉദാഹരണത്തിന് ഒരാൾ ദുആ ചെയ്യാം, എന്നെ സൃഷ്ടിച്ചവനെ എന്നൊരാൾ വിളിക്കുകയാണ്. എന്താണ് ആ വിളിയിൽ പ്രശ്നമുള്ളത്? യാതൊരു പ്രശ്നമില്ല. അയാൾ വിശ്വസിക്കുന്നില്ല എന്നെ സൃഷ്ടിച്ചവൻ എന്നൊരു പേര് റബ്ബിനുണ്ട് എന്ന്. അത് റബ്ബിനെ കുറിച്ചുള്ള ഖബറാണ്. അല്ലെങ്കിൽ ഖാലിഖ് എന്ന പേരിൻ്റെ അർത്ഥമായി പറയാം. അതല്ലെങ്കിൽ ഒരാൾ ദുആ ചെയ്യാൻ ബുദ്ധിമുട്ടിലകപ്പെട്ടവരെ സഹായിക്കുന്നവനെ, സഹായിക്കുന്ന റബ്ബെ, ബുദ്ധിമുട്ടിലകപ്പെട്ടവരെ സഹായിക്കുന്നവൻ, അതിൻ്റെ അങ്ങനെ ഒരു നേരെ അർത്ഥം വരുന്നൊരു പേര് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് റബ്ബിനെ കുറിച്ചുള്ള ഖബറാണ്, ഒരു വിവരമാണ്. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും താല്പര്യം തന്നെയാണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റില്ല. സലഫുകൾ പറഞ്ഞതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ദുആയിൽ അങ്ങനെ കാണാം, ഇതുപോലുള്ള വാക്കുകൾ കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ദുആയിൽ ഇതുപോലുള്ള വാക്കുകൾ കാണാം. സലഫുകൾ, മുൻഗാമികൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റബ്ബ് അവൻ മുസ്തവിൻ അല അർശിഹി ബാഇനു മിൻ ഖൽഖിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അർശിന് മുകളിലുള്ളവനാണ്. ബാഇനു മിൻ ഖൽഖിഹി, സൃഷ്ടികളിൽ നിന്ന് വേറിട്ടുള്ളവനാണ്. ഈ ബാഇനു മിൻ ഖൽഖിഹി എന്ന വാക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും കാണാൻ കഴിയില്ല. പക്ഷെ സലഫുകൾ അത് റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? റബ്ബും സൃഷ്ടികളും ഒന്നല്ല, അവൻ വേറെയാണ് എന്നാണ്. അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും താല്പര്യമാണത്, ആകത്തുകയാണ്. അത് ഖബർ എന്ന് പറയും അതിന് റബ്ബിനെ കുറിച്ച്, റബ്ബിൻ്റെ. മനസ്സിലായല്ലേ? അസ്മാ അല്ല, സിഫത്ത് അല്ല, പിന്നെയോ ഖബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖബർ. ഇങ്ങനൊരു ഖബർ അത് ഒരാൾ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ഹാദൊന്നാവില്ല, തെറ്റുമില്ല, അതിൽ അങ്ങനെ വിളിക്കാം. അപ്പോൾ ഇൽഹാദൊക്കെ ആരോപിക്കും, വളരെ ശ്രദ്ധിക്കണം. ചില പുസ്തകങ്ങൾ ഇതുപോലെ കാണാം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിലുള്ള ഖിയാസുകൾ വളരെ ഒരിക്കലും ശരിയല്ലാത്ത ഖിയാസാണ്. ഇങ്ങനെ ചില പേരുകൾ റബ്ബിന് പണ്ട് മുതലേ മലയാള ഭാഷയിൽ ഉപയോഗിച്ചു വരുന്ന ചില പേരുകൾ ആളുകൾ വിളിച്ചതിന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ പിന്നെ ജമീൽ എന്നു പേരുള്ള ഒരാളെ നീ പോയി സുന്ദര എന്ന് വിളിക്കോ എന്നാണ് ഇദ്ദേഹം റബ്ബിൻ്റെ ഇതുപോലുള്ള പേര് വിളിക്കുന്നതിന് അത് ഈ രൂപത്തിൽ എതിർത്തിട്ട് അതിനുള്ള ന്യായമായി പറയുന്നത്. ഒരിക്കലും ശരിയല്ലാത്ത ന്യായമാണത്. എങ്ങനെ? കാരണം പടപ്പുകളുടെ പേരുകൾ നമുക്കറിയാം. പടപ്പുകളുടെ പേരും പടച്ച റബ്ബിൻ്റെ പേരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം തന്നെ എന്താണ്? അള്ളാഹുവിൻ്റെ പേരുകൾ മുഴുവൻ അലാമുൻ വ ഔസാഫുൻ. അള്ളാഹുവിൻ്റെ പേരുകൾ അത് കേവല പേരല്ല, മറിച്ച് ആ പേരുകൾ വിശേഷണങ്ങളുള്ള പേരുകളാണ്. ആ വിശേഷണം റബ്ബിനുണ്ട്. പടപ്പുകൾ പേരോ വെറും അലാമായിരിക്കും ചിലപ്പോൾ. ആ പറഞ്ഞ വിശേഷണമായി അവന് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ജമീൽ എന്ന പേരിൽ ഒരാൾ
പേരുള്ള ഒരാൾ ചിലപ്പോൾ ഭംഗി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റബ്ബ് അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിൻ്റെ പേരുകൾ വിശേഷണങ്ങൾ ഉള്ള പേരാണ്. അപ്പോൾ നോക്കൂ, മറ്റുള്ളവർ ഇൽഹാദ് ആരോപിച്ച് അറിയാതെ ഈ പറയുന്ന വാക്കാണ് ശരിക്കും ഇൽഹാദിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. മനസ്സിലല്ല, റബ്ബിൻ്റെ പേരിനോട് അർത്ഥമില്ല എന്ന രൂപത്തിലായി പോകുന്നു വാദഗതികൾ. അത് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ദുആയിൽ അള്ളാഹിൻ്റെ പേരുകൾ അറബിയിലുള്ള അള്ളാഹിൻ്റെ പേരാണെന്ന് പറഞ്ഞ പേരുകളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് അതിൻ്റെ പരിഭാഷ മാത്രമേ കാണുന്നുള്ളൂ. പരിഭാഷ മാത്രമേ കാണൂ. അത് ശരിയല്ല. മനസ്സിലായി, അള്ളാഹിൻ്റെ പേരുകൾ തന്നെ വിളിക്കുക, റഹ്മാൻ, അള്ളാഹുമ്മ, റബ്ബ് എന്നിങ്ങനെ വിളിക്കുക. പക്ഷേ അതിൻ്റെ കൂടെ അള്ളാഹിൻ്റെ പേരുകളുടെ പരിഭാഷ വന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പല പേരുകളും അങ്ങനെ പരിഭാഷ പറഞ്ഞിട്ട് പണ്ട് മുതലേ മലയാള ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള പേരാണ്, അർത്ഥമാണ്. ഉദാഹരണത്തിന് വ്യാപകമായി എതിർക്കപ്പെട്ട തമ്പുരാൻ, നാഥൻ തുടങ്ങിയ പേരുകൾ പല മലയാള തഫ്സീറുകൾ അൽ വലി എന്ന റബ്ബിൻ്റെ പേരിൻ്റെ പരിഭാഷയായി വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരാൾ പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ഇൽഹാദ് ആരോപിക്കുക? റബ്ബ് എന്നതിൻ്റെ അർത്ഥമായി നാഥൻ എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് അതിന് ഇൽഹാദ് ആരോപിക്കുക? ശരിയല്ല. അപ്പോൾ വളരെ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിന് പണ്ഡിതന്മാരുടെ ചില വാചകങ്ങൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് ഇല്ലാത്ത പേര് അള്ളാഹ്ക്ക് പറയൽ ഇൽഹാദാണ്. ശരിയാണ്. ഇത് അള്ളാഹ്ക്ക് ഇല്ലാത്ത പേര് പറഞ്ഞാണോ? ഇങ്ങനെ ഒരു പേര് റബ്ബിനുണ്ട്, ഈ തമ്പുരാൻ എന്നുള്ള പേര് റബ്ബിൻ്റെ പേരാണ് എന്ന് പൊതുവെ ആരും വിശ്വസിക്കുന്നില്ല. ഒരു പേരിൻ്റെ പരിഭാഷ മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ഖബർ എന്നർത്ഥത്തിലാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. അതുകൊണ്ട് ഇൽഹാദ നമ്മൾ പറയുന്നു, നിങ്ങൾ അള്ളാഹിൻ്റെ അസ്മാ, യഥാർത്ഥ പേര് അറബിയിലുള്ള റഹ്മാൻ എന്നീ പേരുകൾ തന്നെ അള്ളാഹിനെ വിളിക്കുക, അങ്ങനെ തന്നെ ദുആ ചെയ്യുക. പക്ഷേ ഒരാൾ എപ്പോഴെങ്കിലും അത് പറഞ്ഞുപോയി അല്ലെങ്കിൽ ദുആയിൽ ഉൾപ്പെടുത്തി പോയാൽ അത് അയാൾക്ക് ഇൽഹാദ് സംഭവിച്ചു എന്നൊന്നും പറഞ്ഞുകൂടാത്തതാണ്. അള്ളാഹ്ക്ക് ഇല്ലാത്ത പേര് പറയാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലത്തെ പേരുകൾ, അതുപോലെ യാതൊരു അർത്ഥം അറിയാത്ത ചിലപ്പോൾ ഏതെങ്കിലും സംസ്കൃതത്തിലെ പേരുകൾ, ഇതൊക്കെ റബ്ബിൻ്റെ പേരെന്ന പോലെ പറയുന്ന ആളുകളുണ്ട്. പറയുന്ന ആൾക്ക് തന്നെ അതിൻ്റെ അർത്ഥം അറിയുമോ? നമുക്കറിയില്ല. ഹിരണ്യഗർഭൻ, വിരാട പുരുഷൻ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ആർക്കാണ് അതിൻ്റെ അർത്ഥം അറിയുക? ആർക്ക് ആ ഭാഷ തന്നെ എത്ര ആൾക്കാണ്? സംസ്കൃത ഭാഷ നമ്മുടെ നാട്ടിൽ എത്ര പേർക്കറിയാം? വളരെ വളരെ ചുരുക്കം ആളുകൾക്ക് അറിയുന്ന ഭാഷ തന്നെയാണ്. അതിൽ അർത്ഥം തന്നെ ആളുകൾക്ക് പൊതുവെ അറിയുകയില്ല. ശരി, അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇന്നതാണ്, റബ്ബിൻ്റെ ഇന്ന പേരിൻ്റെ പരിഭാഷ ഏത് യോജിക്കും എന്നൊക്കെ നിങ്ങൾ തെളിയിച്ചു കൊണ്ടുവന്ന് നമുക്ക് അപ്പം അത് ആ രൂപത്തിൽ ചർച്ചക്കെടുക്കാം എന്നതല്ലാതെ ആർക്കറിയാത്ത രൂപത്തിൽ ആർക്കറിയാത്ത പദങ്ങൾ അള്ളാഹിൻ്റെ പേരുകളായി പറയുന്നത് ശരിയല്ല. അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നമ്മൾ ആളുകളെ വിലയിരുത്തുമ്പോൾ ആളുകളെ വലിയ വലിയ കാര്യം, പ്രത്യേകിച്ച് മുവഹിദുകളായ ആളുകളെ നിങ്ങളുടെ കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും ഇതാണ് സലഫി മനഹജ്, ഇതൊക്കെ സലഫി മനഹജ് ഭയങ്കരമായിട്ട് പഠിച്ച ആളുകളാണ് ഇവരൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, പലതും വിവരക്കേടാണ്. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അസ്മാ സിഫാത്ത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് എന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതിയവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പലപ്പോഴും വേറുള്ള ആളുകൾക്ക് തിരിച്ചറിയും. ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് നന്നായി മനസ്സിലാക്കാനും അവനെ ആ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് ഏകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.